സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഇനി 10 നാൾ മാത്രമാണ് ബാക്കി. ആരോപണങ്ങൾ കടുപ്പിച്ചും പ്രചരണ തന്ത്രങ്ങൾ മാറ്റിപ്പയറ്റിയും സജീവമാണ് മുന്നണികൾ. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കി. പാലക്കാട് വീണ്ടും ഭാരതരി വിതരണം തടഞ്ഞു. അവസാന ലാപ്പിൽ ആവേശോജ്വലമായ പ്രചാരണത്തിലാണ് മുന്നണികൾ. വർഗീയ ശക്തികളുടെ പിൻബലത്തിലാണ് ഇടതുപക്ഷവും UDF-ഉം കേരളത്തിൽ മത്സരിക്കുന്നതെന്ന ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിക്ക് PFI-യും പിണറായി വിജയന് PDP-യുമാണ് കൂട്ടെന്നും K. സുരേന്ദ്രൻ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവര് തെരഞ്ഞെടുപ്പിനെ നേരിടുക. രാഹുൽ ഗാന്ധിക്ക് PFI, പിണറായി വിജയന് PDP. ഇത്ര നല്ല സൗഹൃദം വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് പോപ്പുലർ ഫ്രണ്ട്, പിണറായി വിജയന് PDP. ഇടതുപക്ഷത്തിന്റെ നയമാണോ PDP പോലുള്ള വർഗീയ ശക്തികളെ കൂട്ടുകൂടുന്നത്? പാലക്കാട് വീണ്ടും ഭാരത് അരി വിതരണം CPIM പ്രവർത്തകർ തടഞ്ഞു. കേരളശ്ശേരി പഞ്ചായത്ത് പരിസരത്ത് ഭാരത് അരിയുമായി എത്തിയ ലോറിയാണ് തടഞ്ഞത്. സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പ് സെക്ഷൻ ഓഫീസർ KN അശോക് കുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രിസൈഡിംഗ് ഓഫീസറുടെ എല്ലാ ചുമതലയിൽ നിന്നും ഒഴിവാക്കി. ലഘുലേഖ വിതരണം ചെയ്തെന്ന് കാണിച്ച് BJP നൽകിയ പരാതിയിലാണ് നടപടി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് അശോക് കുമാർ. കോൺഗ്രസ് വിട്ട് BJP-യിലും CPIM-ലും പോയവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തി. ജീവൻ നിലനിർത്താൻ അപ്പകഷ്ണങ്ങൾ നൽകുമെങ്കിലും താമസിയാതെ ഇവരെല്ലാം കുരുതി കഴിക്കപ്പെടുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24 തിരുവനന്തപുരം.